من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ശ്രദ്ധിക്കണേ, നമ്മൾ ഇന്നലെ മുലാരി മഅറൂഫ്, മാലി മജ്ഹൂല്, മുലാരി മഅറൂഫ്, മുലാരി മജ്ഹൂലിനെ കുറിച്ച് പറഞ്ഞു. ഈ പേജിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഭാഗങ്ങൾ നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. ഞാൻ അടയാളപ്പെടുത്തുകയാണ്. നമ്മൾ പുതിയ ആളുകളൊന്ന് പറയണേ. ജഅൽന, ഇതെന്താ? ജഅൽന മാളിയായ ഫീലാണോ മുലാരിയായ ഫീലാണോ? ഏത് മാളിയായ ഫീല്? ഫഅല ഫഅല ഫഅലു എന്നുള്ള രൂപത്തിൽ ജഅല ജഅല ജഅലു അല്ലേ? യെസ്, നമ്മൾ ആക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളാക്കി. അള്ളാഹു പറയാട്ടോ, അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹു ഒരുപാട് പേരുണ്ടായത് കൊണ്ടല്ല, നാം എന്നുള്ളൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന. ഇനി നോക്കണേ, ഇതേത് ഫീലാ? ഏത് ഫീല? മുലാരി. അല്ലേ? അമറ യഉമുറു എന്നുള്ളതിന്റെ മുലാരിയാണ്. അമറ യഉമുറു. അത് യഉമുറു യഉമുറാനി യഉമുറൂന, തഅമുറു തഅമുറാനി യഉമുർന. തഅമുറു, ആ തഅമുറാണ്. അസ്വലാത്തുക തഅമുറുക. അപ്പൊ യഉമുറു യഉമുറാനി യഉമുറൂന, തഅമുറു, ആ തഅമുറു കേട്ടോ, മറ്റേതല്ല, അൻത എന്നുള്ളതല്ല. ആ സ്വലാത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് തഅമുറു എന്ന് പറഞ്ഞാൽ. നിസ്കാരം നിന്നോട് കൽപ്പിക്കുന്നുണ്ടോ? അപ്പോൾ തഅമുറു മുലാരിയ ഫീലാണ്. ഏത്? ഇതാണ്. യാ ഷുഐബു, ഷുഐബ് നബിയെ. ഖാലു, ശത്രുക്കൾ പറഞ്ഞു. യാ ഷുഐബു, ഷുഐബ് നബിയെ. അസ്വലാത്തുക, നിസ്കാരം, തഅമുറു, കൽപ്പിക്കുന്നുവോ? ക, നിങ്ങളോട്. നിസ്കാരം നിങ്ങളോട് കൽപ്പിക്കുന്നുവോ? അപ്പൊ തഅമുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഒരു അർത്ഥമല്ലല്ലോ. പിന്നെ ഈ സ്വലാത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു പൂർത്തീകരണം വേണം. നിസ്കാരം എന്താ ചെയ്യുന്നത്? അതിന് പൂർത്തീകരിക്കാൻ വേണ്ടി അത് നമ്മൾ തഅമുറു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളാണ് എന്നാണോ അല്ലെങ്കിൽ അത് എന്നാണോ എന്നൊക്കെ നമുക്ക് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് മുലാരിയ ഫീലാണ് കേട്ടോ. നെത്തുറുക്ക, അന്ന് വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അന്നെത്തുറുക്ക എന്ന് പറഞ്ഞു. നെത്തുറുക്കു എന്നുണ്ടാകുക. തറക്ക തറക്ക തറക്കു, അങ്ങനെ തറക്കന്റെ മുലാരി. യത്തുറുക്കു യത്തുറുക്കാനി യത്തുറുക്കൂന, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത്തുറുക്കു നെത്തുറുക്കു. ഇവിടെ കണ്ടോ? യഅ്ബുദു, അബദ യഅ്ബുദു, മുലാരിയ ഫീൽ. യഅ്ബുദു മുലാരി. നഫ് അല, നഫ് അന്ന് വന്നതുകൊണ്ട് നഫ് അല എന്നായതാണ്, നെസ്ബ് കിട്ടിയതാണ്. അല്ലെങ്കിൽ നഫ് അലു എന്നുണ്ടാകുക. റസഖനി, റസഖ മാലിയ ഫീല്. റസഖ യർസുഖു, യർസുഖു, റസഖന്റെ മുലാരി യർസുഖു.
യെസ്. ഇപ്പം നമ്മൾ ഇതിൽ ഇത്രയും ഫീലുകൾ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി അടുത്ത പേജിക്ക് ജസ്റ്റ് നോക്കാം, കൂടുതൽ സമയം പറയുന്നില്ല. ഇതാണ് നഫ്ഖഹു, നഫ്ഖഹു, ഫഖഹ യഫ്ഖഹു, ഫഖഹ എന്നുള്ള മുതാരിയാണ്. നഫ്ഖഹു അങ്ങനെ നോക്കി നിങ്ങൾ. ഇല്ല ഇല്ല, റജംന, റജംന, റജമ, റജമ, റജമു. മാലി മാലിയാക്കി. തഅമലൂന, യഅമലു യഅമലാനി യഅമലൂന, തഅമലു തഅമലാനി യഅമലന. മുതാരി തഅമലു തഅമലാനി തഅമലൂന. കേട്ടോ, എത്ര സിമ്പിളാ. ഇത് തഅമലൂന അല്ല, മുതാരിയാണത്, മുതാരിയാണ്. തഅമലൂന മാലി ഇങ്ങനെ നൂനുകൊണ്ട് സർഫ് ആവില്ല. മാലി ഫഅല ഫഅല ഫഅലു ഫഅലൂന എന്ന് വരില്ലല്ലോ. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത. പിന്നെ മിന്നാന്ന് നമ്മൾ പറഞ്ഞ കണ്ടോ, ആമിലുൻ. കണ്ടോ, ആമിലുൻ ഇസ്മു ഫായിലു. തഅലമൂന, ഇത് തഅമലൂന എന്നാണ്, ഇത് തഅലമൂന. കാദിബുൻ ഇസ്മു ഫായിലു. എന്താ പറഞ്ഞേ? അതെ അതെ, അത് കഥബ, കഥബ എന്നുള്ള ഫീലാണ്. അതിന്റെ ഫായിൽ ഇസ്മു ഫായിലാണ് കാദിബുൻ. കാദിബുൻ അത് ഞാൻ ഇല്ലത്തിന്റെ അക്ഷരം ഉണ്ടായതുകൊണ്ട് പറയാതിരുന്നാണ്. അവസാനം എന്നുള്ളത് മുതാരി തന്നെയാണ് കേട്ടോ. സുബൈർ അല്ലേ? ഇതും മുതാരിയായ ഫീലാണ് യഅ്തി എന്നുള്ളതും. പക്ഷെ ഇതിൽ ഈ അവസാനത്തെ ഇല്ലത്തിന്റെ അക്ഷരം ഒരു ബലഹീനമായ ലെറ്റർ ആയതുകൊണ്ട് അവസാനത്തിന് ഹർക്കത്ത് വരാതിരുന്നതാണ്. കുറെ അങ്ങനെ കുറെ ഉണ്ട് ഇതാണ്. പിന്നെ യഅ്തി, ഇത് യഅ്തി മുതാരിയായ ഫീലാണ്. യഅ്തി, അതാ യഅ്തി എന്നാ പറയാ. മുതാരിയായ ഫീൽ. ഇത് മുതാരിയ മാലിയായ ഫീലാണ്. ജാഅ, ജാഅ യജീഉ, ജാഅ. മൂന്നക്ഷരാണ് അതിൽ. പക്ഷെ ആ നടുത്ത അക്ഷരം അലിഫ് ആയതുകൊണ്ട് അതിന് ഹർക്കത്ത് കൊടുത്തില്ല. അലിഫിനും വാവിനും യാവിനും ഹർക്കത്ത് കൊടുക്കൂല, അതുകൊണ്ട് മാറ്റം വരും. ആണോ? ജാസിമീൻ സുഫൈലാണ്. ജാസിമീൻ, ജാസിമുൻ, ജാസിമാനി, ജാസിമത്തുൻ, ജാസിമത്താനി, ജാസിമാത്തുൻ ആണ്. പക്ഷെ അത് ഇവിടെ അവര് അവരായി തീർന്നു, അവരുടെ വീടുകളിൽ ഡെഡ് ബോഡികളായി തീർന്നു. ജാസിമീൻ ഒരു ഒച്ചപ്പാട് കേട്ടല്ലോ. നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഷുഐബ് നബിന്റെ സമുദായത്തെ കുറിച്ചാണ്. അവർക്കൊരു ഒച്ചപ്പാട് ഇറങ്ങി, വലിയൊരു അട്ടഹാസം. അത് കേട്ട് അവരെന്ത് ചെയ്തു? അവര് വീടുകളിൽ ഡെഡ് ബോഡികളായി തീർന്നു. ഇത് നെസ്ബിന്റെ അവസരമായതുകൊണ്ടാണ് ജാസിമീൻ എന്ന് പറഞ്ഞത്. ജാസിമൂന എന്നാണ് അതിൻ്റെ ഉണ്ടാകുക ശരിക്കും. ബഈദ, ബഈദത്ത്, ബഈദ, ബഈദ, ബഈദു, ബഈദത്ത്. നമ്മൾ സമിഅ എന്ന് പറഞ്ഞ പോലെ അതെ അതെ. അഖദത്ത്, അഖദത്ത്. ഈ കസർ നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് അവിടെ സുക്കൂനായതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ കൊടുത്താണ് അഖദത്ത് എന്നുണ്ടാകുക. അഖദത്ത്. അത് ഇവിടെ കസർ കൊടുത്തത് നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്, അവിടെ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ്. അവിടെ രണ്ട് സുക്കൂനുള്ള പദങ്ങൾ അറബി വാക്കിൽ എന്താവില്ല, ഒരുമിച്ച് വരില്ല. രണ്ട് സുക്കൂനുള്ള പദങ്ങൾ, അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ കസ്ർ കൊടുത്തതാണ്. അഖദത്ത് എന്നുണ്ടാകുക. അഖദ, അഖദ, അഖദു, അഖദ. ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മളിപ്പോൾ പഠിച്ച ഭാഗമാണ്. പഠിച്ച മീൻസ് മറ്റ് നമ്മുടെ പുതിയ ആളുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാനിത്. എല്ലാവർക്കും റിവൈസ് തന്നെയാണ്. ഇത്രയും ഭാഗം ഉണ്ടോ ഈ ഒരു പേജിൽ, നമ്മൾ ഇത്രയും ഭാഗം എന്ത് ചെയ്തു, നമ്മളിപ്പോൾ കവർ ചെയ്തു. നിങ്ങൾക്ക് വേറൊന്നും കൂടി പറഞ്ഞുതരാം. അസാബ മാലിയാഫിയിലാണ്.
നാലക്ഷരമുള്ള മാദിയാക്കിയിലാണ്. അസ്വാബ. സർഫാക്കൽ എങ്ങനെ? അസാബ, അസാബ, അസാബു, അസാബത്ത്, അസാബത്ത, അങ്ങനെ സർഫ്. നജ്ജൈന. നജ്ജൈന മാദിയാണ്. നജ്ജൈന നാലക്ഷരമുള്ള മാദിയാണ്. നജ്ജൈന. നജ എന്നാണ് അതിൻ്റെ എന്താണ് മൂന്നക്ഷരമുള്ള പദം. പിന്നെ അതിലെന്ത് ചെയ്തു വെച്ചാൽ ഐൻഫീല് ഇരട്ടിപ്പിച്ചു, നജ്ജ എന്നാക്കി. നജ്ജ. അപ്പൊ നജ്ജ അങ്ങനെ വന്നപ്പോൾ നജ്ജൈന എന്നായി. നാം രക്ഷപ്പെടുത്തി. നാം ശുഐബ് നബിയെയും ശുഐബ് നബിയുടെ കൂടെയുള്ള അസ്ബഹു. അസ്ബഹു സ്വബഹ, അതിൻ്റെ അസ്ബഹ. അസ്ബഹ, അസ്ബഹ, അസ്ബഹു, സ്വബഹ, സ്വബഹ, സ്വബഹു. ഇത് മാലിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്ലല്ല, അവർ ആയിത്തീർന്നു. ഇത് മാലിയാണ്. മുലാരിന്റെ അലിഫല്ലത്. എവിടെ അത്? എവിടെ കണ്ടത്? പുറത്തല്ലേ? അസ്ബഹു അവർ ആയിത്ത്. അസ്ബഹ, അസ്ബഹ, അസ്ബഹു. ഇത് മാലിയാണ്. മുലാരിക്കൊരു ആ വരും, അഫ്അലു. അതല്ലത്. ഇതാണ് ഇവിടെ അസ്ബഹു. അസ്ബഹ, അസ്ബഹ, അസ്ബഹു. മറ്റേല് മുലാരിയിൽ എന്ത് വരില്ല? സ്വബഹ യസ്ബഹു. അവിടെ ഈ വാവൊന്നും വരില്ല. അസ്ബഹു നസ്ബഹു എന്നാണ് വരിക. ഓക്കെ, യെസ്. ഇനി ഇവിടെ നമ്മൾ ജസ്മ് ചെയ്തതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു അല്ലേ? ലം യഫ്അൽ, ലം യഫ്അല, ലം യഫ്അലു, ലം തഫ്അൽ, ലം തഫ്അല, ലം യഫ്അൽന. കേട്ടോ, ഇവിടെയൊക്കെ നൂന് കളഞ്ഞു. പക്ഷെ ഈ നൂന് കളഞ്ഞില്ല. ഏത് നൂനിനെ? ഈ നൂനിനെ, യഫ്അൽന. ഇത് കളഞ്ഞാൽ എന്താ ഉണ്ടാകുക? നിങ്ങളത് കളഞ്ഞു നോക്കി. അപ്പം ഇതും അല്ലേ, ഈ സാധനവും മുകളിലുള്ള ഇതും ഒരുപോലെ പോകും. ഏതാണെന്ന് കൺഫ്യൂഷൻ ആവും. ലം യഫ്അൽ തന്നെ ആവൂലേ ഈ നൂനിനെ കളഞ്ഞാൽ? അപ്പം ജംഇന്റെ നൂനിനെ കളയില്ല. നോക്കൂ, ലം തഫ്അൽ, ലം തഫ്അല, ലം തഫ്അലു, ലം തഫ്അലി, ലം തഫ്അല, ലം തഫ്അൽന. ഈ നൂനിനെയും കളയില്ല. ജമ്മു മുഅന്നസിന്റെ ഇത് കളഞ്ഞാൽ എന്താവും? ഇതും ഇതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അത് കളയാതിരുന്നത്. ലം അഫ്അൽ, ലം നഫ്അൽ. നമ്മൾ മറ്റേ ഫീലുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നസറ യൻസുറു, ലം യൻസുർ അവൻ സഹായിച്ചിട്ടില്ല. ലം യൻസുറ അവർ രണ്ടുപേരും സഹായിച്ചിട്ടില്ല. ലം യൻസുറു അവർ കുറേ പേർ സഹായിച്ചിട്ടില്ല. ലം തൻസുർ, ലം തൻസുറ, ലം തൻസുർ, ലം യൻസുർന, ലം തൻസുർ, ലം തൻസുറ, ലം തൻസുറു, ലം തൻസുരി, ലം തൻസുറ, ലം തൻസുർന, ലം അൻസുർ, ലം നൻസുർ. ലം വരുമ്പോൾ അങ്ങനെ. ഇത് മഅറൂഫാണ്. ഇവിടെ നോക്കി നിങ്ങൾ ഒരു മജ്ഹൂൽ കൂടി പറയാം. ലം യുഫ്അൽ, യുഫ്അൽ. അപ്പോൾ ലം യുൻസർ അവൻ സഹായിക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെ? മാ നുസിറ എന്ന് പറയുന്ന പോലെ. മാ നുസിറക്കുള്ള അർത്ഥം ഇതിൻ്റെ അർത്ഥം ഒരേപോലെ വരിക. ലം യൻസുർ എന്ന് പറയുമ്പോൾ മാ നസറ എന്നുള്ള അർത്ഥം വരും. ലം യുൻസർ എന്ന് പറയുമ്പോൾ മാ നുസിറ എന്നുള്ള അർത്ഥം വരും. ലം യുൻസർ, ലം യുഫ്അൽ. അവിടെയും നൂന് പോയി. എവിടെ? യുഫ്അല എന്ന് പറയുമ്പോൾ നൂന് പോയി. ലം യുഫ്അൽ, ലം യുഫ്അല, ലം യുഫ്അലു, ലം തുഫ്അൽ, ലം തുഫ്അല. നൂന് പോയി. ലം യുഫ്അൽന. ഇവിടെ നൂന് ഇത് പോവില്ല. പോയ പ്രശ്നമാണ്, അതുകൊണ്ട് പോയില്ല. ലം തുഫ്അൽ, ലം തുഫ്അല, ലം തുഫ്അലു, ലം തുഫ്അലി. നൂന് പോയി. ലം തുഫ്അല. നൂന് പോയി. ലം തുഫ്അൽന. നൂന് അവിടെ സ്ഥിരപ്പെട്ടു. ലം ഉഫ്അൽ, ലം നുഫ്അൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സുബൈർ മജൂല്, മജൂല്. ഷംസുക ഓക്കെ അല്ലേ? എവിടെ? ഹക്കീം ക്ലിയർ അല്ലേ? എവിടെ നമ്മൾ ഹക്കീം ഭായി? എവിടെ?
ആ ഇനി അതിന്റെ ലെന്ന് വന്നിട്ട് ഇതിനർത്ഥം മാറും. അർത്ഥം എന്ത് വരും? ലൻ യഫ്അല, അവൻ പ്രവർത്തിക്കൂല. അവൻ പ്രവർത്തിക്കൂല. തൈക്കീദിന്റെ അർത്ഥം കിട്ടുന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ അവൻ ഒരിക്കലും പ്രവർത്തിക്കൂല, അങ്ങനെ അർത്ഥം വരും. തൈക്കീദിന്റെ അർത്ഥം വരും. അപ്പൊ ലൻ യഫ്അല, ലൻ യഫ്അല ഇവിടെ നസ്ബ ചെയ്യാം, മറ്റോടത്ത് ജസ്മ് ചെയ്യും. ഇവിടെ ലൻ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ലൻ യഫ്അല, ലൻ യഫ്അല. പക്ഷെ നൂന് എല്ലായിടത്തും ഒരേപോലെ പോകും. ജസ്മിന്റെ അവസരത്തിൽ നൂന് പോകും, നസ്ബിന്റെ അവസരത്തിൽ നൂന് പോകും. ലൻ യഫ്അല, ലൻ യഫ്അലു. മറ്റോടത്ത് തന്നെ ലം യൻസുർ, ലൻ യൻസുറ, ലൻ യൻസുറ, ലൻ യൻസുറു, ലൻ തൻസുറ. അല്ലെങ്കിൽ ലൻ യദ്രിബ, ലൻ യദ്രിബ, ലൻ യദ്രിബു, ലൻ തദ്രിബ. ഇനിയോ ലൻ യഫ്തഹ, ലൻ യഫ്തഹ, ലൻ യഫ്തഹു. മൂന്നാണെങ്കിലും നമ്മൾ മുലാരി 3 രൂപത്തിൽ വരും എന്ന് പറഞ്ഞു ഇന്നലെ. ഐൻ ഫീലിനിക്ക് ഫത്ഹ് വരും, കസ്ര വരും, ലമ്മയും വരും. ഏതുപോലെ? മാലിയും 3 രൂപത്തിൽ വരുന്ന പോലെ ഐൻ ഫീലിനിക്ക് ഫത്ഹ് വരും, കസ്ര വരും, ലമ്മ വരും. അതേപോലെ മുലാരി അവിടെ മൂന്നാണെങ്കിലും ഒരേ രൂപത്തിൽ തന്നെ സർഫാക്കുക, ഒരു വ്യത്യാസമില്ല. അവസാനത്തിൽ ലമ്മ് മാറി ഫത്ഹ് വരും ലന്ന് വരുമ്പോൾ, ലമ്മ് വരുമ്പോൾ ലമ്മ് മാറി സുക്കൂന് വരും ഏകവചനത്തിൽ. മറ്റേതിൽ നൂനുള്ളടത്ത് നൂന് കളയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരിക്കലും ചെയ്യൂല എന്നർത്ഥം. ഇത് മുസ്തഖ്ബിലല്ലേ? ആ അവൻ എന്താ ഇവിടെ എന്ത് ചെയ്യും? ആ ശരിക്കും ഇവിടെ എന്താ ഉണ്ടാവേണ്ടത്? ഈ ലെന്നില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ശരിക്ക് എഫ് അലു എന്നുണ്ടാകുക. ഇവിടെ ലെന്നില്ലെങ്കിൽ എഫ് അലാനി എന്നുണ്ടാകുക. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന എന്നല്ല ഉണ്ടാകുക. ലെന്ന് വന്നപ്പോൾ ഈ ഏകവചനത്തില് ആ ലമ്മ് മാറി റഫ് മാറി നെസ്ബ് കിട്ടി, ഫത്തഹത്തോണ്ട് നെസ്ബ് കിട്ടി. ലൻ എഫ് അല. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ? അന്നത്തുറുക്ക. ഈ അൻ എന്നുള്ളത് നെസ്ബ് ചെയ്യുന്ന ഒരു ആമിലാണ് മുലാരിയ ഫീനിക്ക്. അതുകൊണ്ടാണ് നെത്തുറുക്ക എന്ന് പറഞ്ഞത്. ശരിക്കും അവിടെ നെത്തുറുക്കു എന്നാണ് പറയേണ്ടത്. നെത്തുറുക്കു. അൻ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഇതാ ഇവിടെ അൻ നഫ് അല. അവിടെ എന്താ വേണ്ടത്? ശരിക്കും നഫ് അലു എന്നാണ് വേണ്ടത്. പക്ഷെ അവിടെ അൻ എന്നുള്ള നെസ്ബ് ചെയ്യുന്ന ലെന്ന് പോലത്തെ ഒരു പദമാണ് അൻ. അങ്ങനെ നെസ്ബി എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ റഫ് മാറി നെസ്ബായതാണ്. അപ്പൊ ഇവിടെ ആ അല്ലല്ല, ലെന്നിന്റെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. ഏത്? ഒരിക്കലും ചെയ്യൂല എന്നുള്ളത്. അൻ എന്നുള്ളതിന്റെ അർത്ഥം വേറെ വരിക. അൻ നമ്മള് ആ അല്ലല്ല, അവിടെ അന്നത്തുറുക്കാണ്. ഒന്നുകൂടി കാണിക്കാം. ഇവിടെ എന്താണ്? ഇതാ അന്നത്തുറുക്ക. എന്താ ഇവിടെയും അന്നഫ് അല എന്ന് വരിക. അൻ അൻ. ഇനിയുണ്ട് നസ്ബ് ചെയ്യുന്നത് അൻ. അല്ലല്ല, അത് അന്ന, അന്ന. ആ ഇത് അത് ഇതൊരു മസ്തറിന്റെ അർത്ഥം കിട്ടുക. ഇവിടെ ഇങ്ങനെ അർത്ഥം വരാം. സ്വലാത്തുക്ക, നീ നിസ്കരിക്കുന്ന നിസ്കാരം നിന്നോട് കൽപ്പിക്കുന്നുവോ? എന്തിനെ കൽപ്പിക്കുന്നു? ഞങ്ങൾ ഉപേക്ഷിക്കലിനെ കൽപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു നെത്തുറുക്ക എന്നുള്ള മുലാരിയ ഫീലിനെ ഞങ്ങൾ ഉപേക്ഷിക്കലിനെ, തർക്കന എന്നുള്ളൊരു അർത്ഥം വരും ഇവിടെ. തർക്കന ശരിക്കും ഒരു മസ്തർ ഉണ്ടല്ലോ, തറക്ക യത്തുറുക്കു തർക്കൻ. ആ തർക്ക് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് കൊടുക്കുന്നത്. ഇന്ന എന്ന് പറഞ്ഞാല് അന്ന എന്ന് പറഞ്ഞാലും തൈക്കീദിന് വരുന്നതാണ്. തൈക്കീദ് പറഞ്ഞാൽ ഇന്ന, തീർച്ചയായും. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, തീർച്ചയായും അള്ളാഹു എന്താണ്? വഫൂറുൻ, അവൻ വഫൂറാണ്. അത് നമ്മൾ സാധാരണ ഒരാൾ പറയില്ലേ, അള്ളാഹു വഫൂറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു അള്ളാഹു വഫൂർ എന്നല്ല എന്ന് നിഷേധിച്ചു. അപ്പോൾ നമ്മൾ തൈക്കീദാക്കി പറയേണ്ടി വരും. അപ്പോൾ ഒന്ന് കട്ടികൂട്ടി പറയും ഇന്നല്ലാഹു വഫൂർ, അള്ളാഹു വഫൂർ തന്നെയാണ്. അപ്പോൾ ശക്തിപ്പെടുത്തി പറയേണ്ട സ്ഥലത്ത് ഒരു ഇസ്മിയായ ജുംലനെ തൈക്കീദാക്കാൻ വേണ്ടി വരുന്നതാണ് ഇന്ന. തൈക്കീദ്. അന്ന അങ്ങനെ തന്നെ വരിക. പക്ഷെ അന്നെന്താ ഉദ്ദേശം എന്താ വെച്ചാൽ അത് ഒരു മഫൂലായിട്ട് വരിക. അന്നയും അന്നൻ്റെ മറ്റോ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, ആ
അത് അതിൻ്റെ മുമ്പ് വേറെ ഉണ്ടാവും. അത് അതിൻ്റെ മുമ്പ് എന്തുണ്ട്, വേറെ ഉണ്ട്. അതിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ട് പറയണം. അപ്പോൾ അത് മഫൂലായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്താ സുഹൈൽ സാറേ? അന്നൽ മസാജിദ ലില്ലാഹി. ആ ആ ജിന്ന് ജിന്ന് ഓക്കെ. ആ അതെ, എന്താണ് മൊത്തത്തിൽ ആദ്യം മുതലേ അത് വരുന്നത്. ഇപ്പൊ സൂറത്തു ജിന്നല്ലേ? ആ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമ എന്ന് പറഞ്ഞില്ലേ? അന്നഹുസ്തമ നഫറുൻ, ആ അന്നേക്കാണ് ഒക്കെ പോണത്. ഇതിന് ശേഷം നോക്കി അവിടേക്കാണ് എത്തുന്നത്. പിന്നെ വ അന്നഹു കാന യഖൂലു സഫീഹുന വ അന്നാ ളനന്ന വ അന്നഹു കാന റിജാലുൻ വ അന്നഹും വന്നു വ അന്നാ ലമസ്ന വ അന്നാ കുന്ന വ അന്നാ ലാ നദ്രി വ അന്നാ മിന്ന സാലിഹൂൻ വ അന്നാ ളനന്ന വ അന്നാ ലമ്മാ സമിഅന വ അന്നാ മിന്നൽ മുസ്ലിമൂൻ. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടേക്കാണ് അത് വഹി അറിയിക്കപ്പെട്ടു, തീർച്ചയായും ഇത് വഹി അറിയിക്കപ്പെട്ടു എന്നർത്ഥം വരാൻ. മൊത്തം ഊഹിയ ഇലയ്യ, നബിനോട് പറയാണല്ലോ. നബിയെ പറയൂ, ഊഹിയ വഹി നൽകപ്പെട്ടു, ഇലയ എന്നിലേക്ക്. എന്ത് വഹി നൽകപ്പെട്ടു? അന്നഹുസ്തമ. പിന്നെ അങ്ങനെ ഓരോന്ന് പറയാം. അത് തുടക്കത്തിൽ വരില്ല. തുടക്കത്തിൽ ഇന്നയാണ് വരിക. ഒരു കലാമിന്റെ തുടക്കത്തിൽ ഇന്നേ വരിക. ഇന്നയും അന്നയും അങ്ങനെ വരും. ഇത് ഇന്നയും അന്നയും ഉള്ള ഒന്നുമല്ല. ഇത് അൻ അൻ എന്നത് അത് മുലാരിയ ഫീനിക്ക് നെസ്ബ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ജസ്മ് ചെയ്യുന്നു പറഞ്ഞല്ലേ? ജസ്മ് ചെയ്യുന്നത് അതെവിടെ? ഇന്നും ഇന്ന് ജസ്മ് ചെയ്യും, ലമ്മും ജസ്മ് ചെയ്യും, ലമ്മാൻ ജസ്മ് ചെയ്യും. നമ്മളിപ്പോൾ ഒറ്റ ഒന്നേ പറയണുള്ളൂ. നമ്മൾ മോഡലല്ലേ? മീസാൻ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കത്തിലൊരു കിതാബാണ്. തുടങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് ജസ്മ് ചെയ്യണ ഒരുപാടുണ്ട്, നെസ്ബ് ചെയ്യണ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ട് എന്ത് ചെയ്താണ് ഇവിടെ ചുരുക്കിയാണ്. അപ്പം ഇവിടെ ശംസുക ശ്രദ്ധിക്കണേ. എഫ് അലു എന്നുണ്ടാകുക. ലെന്നു വന്നപ്പോൾ ആ എഫ് അലു എന്നത്തെ ലമ്മ് റഫ് മാറിയിട്ട് ഫത്ഹത്ത് കൊണ്ട് നെസ്ബ് ചെയ്തു. ലൈ എഫ് അല. ഇവിടെ നൂനിനെ കളയിലുകൊണ്ട് നെസ്ബ് ചെയ്തു. ഇവിടെയും നൂനിനെ കളയിലുകൊണ്ട് നെസ്ബ് ചെയ്തു. കാരണം അവിടെ ലെന്ന് വന്നിട്ടില്ലെങ്കിൽ എഫ് അലാനി എന്നുണ്ടാകുക, എഫ് അലൂന എന്നുണ്ടാകുക. ലെന്ന് വന്നുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പം അതിനർത്ഥം തീർച്ചയായും അത് നെസ്ബ് ചെയ്യണം. അവിടെ നെസ്ബ് ചെയ്യുന്നത് നൂനിനെ കളയിലുകൊണ്ടാണ്. ഏറാബിനെ കുറിച്ച്, ഏറാബ് ബിനാഇനെ കുറിച്ചാണ് നമ്മൾ ഗ്രാമറിൽ, ഇതിപ്പോൾ സൊറഫാണല്ലോ, നെഹവിൻ്റെ ഒരു പാർട്ട് വരാണ്ട്. നെഹവിൻ്റെ ഒരു പാർട്ട്. ഈ നെഹവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഅറബ് മബിനി എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ ഒരു മബിനി എന്നുള്ള നമ്മൾ ചർച്ച ചെയ്തല്ലോ. നമ്മളെ ശംസുക്കെന്തോ മബിന അവിടെ നമ്മൾ നെഹവിൽ നമ്മൾ ചർച്ച ചെയ്യുക. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ബിസ്മില്ലാഹി, അവിടെ നമ്മൾ ബിസ്മില്ലാഹി എന്ന് വായിച്ചു. അള്ളാഹു എന്നുള്ള പദത്തിനെ ബിസ്മില്ലാഹി. ഇനി നമുക്ക് ഖുൽ ഹുവല്ലാഹു, അവിടെ അള്ളാഹു എന്ന് വായിച്ചു. ഇനിയോ വേറെ സ്ഥലത്ത് അള്ളാഹ എന്നും കാണാം. ഉഅ്ബുദുല്ലാഹ. ഒരേ പദം അള്ളാഹു എന്ന പദം കസുറുമായി അവസാനം റഫുമായി
ലമ്മുമായി ഫത്ഹയുമായി. ഇങ്ങനെ വരുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഗ്രാമറിൽ പഠിക്കുക. അപ്പൊ അവിടെ ചില സ്ഥലത്ത് ഇങ്ങനെ നെസ്ബ് ചെയ്യുന്നത് ഫത്ഹത്ത് കൊണ്ടായിരിക്കും, റഫ് ചെയ്യുന്നത് ലമ്മത്ത് കൊണ്ടായിരിക്കും, ജസ്മ് ചെയ്യുന്നത് സുക്കൂന് കൊണ്ടായിരിക്കും, ജറ് ചെയ്യുന്നത് കസ്രത്ത് കൊണ്ടായിരിക്കും. ഇതാണ് 4 ഇറാബുകൾ. ഏത്? ജറ്, നെസ്ബ്, ജസ്മ്, റഫ്. അതാണ് നമ്മൾ അവാമിൽ പഠിച്ചിട്ടുണ്ടാവും. അവാമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇറാബ് ബിനാ എന്ന് പറഞ്ഞിട്ട്. അവാമിൽ ഓതി കഴിഞ്ഞു എന്നല്ലോ. ഏത്? അതാ അല്ലല്ല, ലമ്മത്ത് കൊണ്ട് റഫ് ആണ് വരിക. ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നെസ്ബ്, കസ്രത്ത് കൊണ്ട് ജറ്, സുക്കൂൻ കൊണ്ട് ജസ്മ്. അതിന് നമ്മള് അതൊരു സാങ്കേതിക പദമാണ്. അല്ല, അത് 4 രൂപങ്ങളാണ്. മോറബിന്റെ മോറബായ ഇസ്മിന് വരുന്ന ഏറാബിന്റെ 4 രൂപമാണ് അത്. അതിനർത്ഥം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അർത്ഥം നമ്മൾ കൊടുത്താൽ അത് ഇതുമായി കണക്റ്റഡ് അല്ല. ജറ് എന്ന് പറഞ്ഞാൽ ഒരു അല്ല ഇത് മറ്റേതാ. ഓക്കെ, ഒരു വാക്കർത്ഥം പറയുകയാണെങ്കിൽ റഫ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നെസ്ബ് എന്ന് പറഞ്ഞാൽ പരന്ന് നിൽക്കുന്നത്. ജറ് എന്ന് പറഞ്ഞാൽ താന്ന് നിൽക്കുന്നത്, അക്ഷരത്തിന്റെ താഴെയുള്ളത്. ജസ്മ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഇല്ലാത്ത അവസ്ഥയാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഹർക്കത്തില്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. ശരിക്ക് സുക്കൂന് ആണ് ഒരക്ഷരത്തിന്റെ ശരിയായ പ്രൊനൗൺസ് സുക്കൂന വരിക. ഉദാഹരണം പറയാം, നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ അക്ഷരങ്ങൾ പറയില്ലേ, അതിനൊക്കെ ഓരോ സൗണ്ട് നമ്മൾ സുക്കൂനായിട്ടാണ് പറയാം. പ്, ബ്, ട്, ഡ്, ഖ് എന്നൊക്കെ അങ്ങനെ പറയാം. പിന്നെ പ് എന്നുള്ളതിനോട് കൂടെ ആ എന്നുള്ള സൗണ്ട് കൂടുമ്പോൾ പ എന്നാവും, ഈ എന്നുള്ള സൗണ്ട് കൂടുമ്പോൾ പി എന്നാവും, അതുപോലെ എ എന്നുള്ള സൗണ്ട് കൂടുമ്പോൾ പേ എന്നാവും. അങ്ങനെ വരുന്നതാണ് പറച്ചിൽ. അതേപോലെ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഹർക്കത്തില്ലാത്ത അവസ്ഥയൊക്കെ പറയാം. അപ്പൊ ഇവിടെ ചുരുക്കി പറയാം, ശ്രദ്ധിക്കണേ. അള്ളാഹു എന്നുള്ളത് 3 രൂപത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അവസാനം ഫത്ഹയും അവസാനം ലമ്മയും അവസാനം കസ്റയുമായിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ഇസ്മ്, അള്ളാഹു എന്നുള്ളത് ഒരു ഇസ്മാണ്. ആ ഇസ്മിന് അവസാനത്തിൽ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ മാറ്റം വരുന്ന ഇസ്മുകൾക്കാണ് മുറബ് എന്ന് പറയുന്നത്. മാറ്റം വരുന്ന ഇസ്മുകൾക്ക് ഈ മാറ്റം വരല് 2 രൂപത്തിൽ മാറ്റം വരും. ഒന്ന് അസ്ലിയായിട്ട് മാറ്റം വരും. അസ്ലിയായിട്ട് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഫത്ഹത്ത് കൊണ്ട് നെസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്, ലമ്മത്ത് കൊണ്ട് റഫ്. ഇത് അസ്ലിയായതാണ്, അതെല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. എന്നാൽ ചില അസ്ലി അല്ലാത്തതും വരും. ഇപ്പോൾ നൂനിനെ കളയൽ കൊണ്ട് ജസ്മ്, നൂനിനെ കളയൽ കൊണ്ട് നെസ്ബ്, നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ്. ഇപ്പോൾ മുലാരിയായ ഫീല് മുറബാട്ടാ, മുലാരിയായ ഫീല് മുറബാണ്. എഫ് അലു എന്നുള്ളത് മുറബാണ്. അതുകൊണ്ടാണത് ലമ്മത്ത് കൊണ്ട് റഫ് കൊടുത്തു. ഇനി നോക്ക്, ലമ്മ് വന്നപ്പോൾ സുക്കൂന് കൊണ്ട് ജസ്മു കൊടുത്തു. ലെന്ന് വന്നപ്പോൾ ഫത്ഹത്ത് കൊണ്ട്, ഇവിടെ ഫത്ഹത്ത് കൊണ്ട് നെസ്ബ് കൊടുത്തു. നേരെ മറിച്ച് രണ്ടാമതെത്തിയപ്പോൾ എഫ് അലാനി എന്നുള്ളതിൽ എഫ് അലാനി എന്നുള്ളത് അവിടെ റഫ് കൊടുത്തത് എന്തുകൊണ്ടാണ്? നൂന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട റഫ്. എഫ് അലാനി എന്നുള്ളടത്ത് റഫ്. നെസ്ബ് വന്നപ്പോൾ നൂനിനെ കളയൽ കൊണ്ട് നെസ്ബ്,
ജസ്മു വന്നപ്പോഴോ അവിടെയും ന്യൂന കളയിൽ കൊണ്ട ജസ്മ്. ഇത് ഇറാബിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതിന് നിങ്ങൾക്ക് സൂചന പറഞ്ഞു തന്നാണ്. ഇറാബ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട്. അത് നെഹ്വ് എന്ന് പറഞ്ഞ വിഷയത്തിൽ കിതാബിലാണ് നമ്മൾ പഠിക്കുക. അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ അവാമിൽ എന്ന് പറഞ്ഞ കിതാബിൽ പഠിച്ചത്. ഇസ്മിനിക്ക് ജെറ് ചെയ്യുന്ന ആമിലുകൾ, ഇസ്മിനിക്ക് റഫ് ചെയ്യുന്ന ആമിലുകൾ, ഇസ്മിനിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ, മുലാരിയ ഫീലിനിക്ക് ജെറ് ചെയ്യുന്ന ആമിലുകൾ, മുലാരിയ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ, മുലാരിയ ഫീലിനിക്ക് റഫ് ചെയ്യുന്ന ആമിലുകൾ, അതുപോലെ ഇന്നൻ്റെ ആമില്, അത് നമ്മൾ കഴിഞ്ഞ് നിങ്ങൾ അവാമിൽ ഓതി എന്നല്ലേ പറഞ്ഞേ? തുടങ്ങിയിട്ടുള്ളൂ. ആ ഓക്കെ. അത് നമുക്ക് നാവിൻ്റെ സമയത്ത് ഒന്നുകൂടി പറയും. ഇങ്ങനെ റിവൈസ് ചെയ്യാം. അതാണ് അതുകൊണ്ടാണ് അത് മാറ്റം വന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ എന്ത് ചെയ്യും, പല വാക്കുകളും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. അബൂബക്കർ റളിയല്ലാഹു. ചില സ്ഥലത്ത് അബാബക്കരിൻ എന്നും കേൾക്കാം, ചില സ്ഥലത്ത് അബീബക്കരിൻ എന്നും കേൾക്കാം. കേട്ടിട്ടില്ലേ? അബൂ ഹുറൈറ എന്ന് കേട്ടിട്ടുണ്ടാവും, അബാ ഹുറൈറ എന്ന് കേട്ടിട്ടുണ്ടാവും, അബീ ഹുറൈറ എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ വാവ് കൊണ്ടാണ് റഫ്. അബൂ എന്ന് പറയുമ്പോൾ വാവ് കൊണ്ട് റഫ്. നസ്ബ് അലിഫ് കൊണ്ടാണ്, ജറ് യാവ് കൊണ്ടാണ്. അത് വ്യത്യാസമാണ്. ഫത്തഹത്ത് കൊണ്ട് മാത്രമല്ല നസ്ബ് വരിക, കസ്റത്ത് കൊണ്ട് മാത്രമല്ല ജറ് വരിക. ചിലപ്പോൾ യാവ് കൊണ്ട് ജറ് വരും, ചിലപ്പോൾ യാവ് കൊണ്ട് നസ്ബ് വരും, ചിലപ്പോൾ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് വരും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ നമ്മൾ ഒരു ഇസ്മിന് അല്ലെങ്കിൽ ഒരു ഫീലിന് അവസാനത്തിൽ മാറ്റം വരുന്നുണ്ട് എങ്കിൽ അതിനെന്തു പറയും? മുഅറബ് എന്ന് പറയും. അവസാനം മാറ്റം വരുന്നില്ല എങ്കിൽ നമ്മൾ അതിന് മബിനി എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഹാ ഉലായി മബിനിയാണ്. അവിടെ എപ്പോൾ വന്നാലും അതും ആ ഉലായി തന്നെ പറയുള്ളൂ. അത് ആ കസ്റിൻ്റെ മേൽ മബിനിയാണ്. ഹാ ഉലായി ഹാ ഉലായി ഹാ ഉലായി തന്നെ പറയുള്ളൂ. അത് അള്ളാഹു അള്ളാഹ അള്ളാഹി എന്ന് പറഞ്ഞ പോലെ എന്ത് മാറ്റം വരില്ല? ഹ ഉലാ അ ഹ ഉലാ ഇ ഹ ഉലാ ഉ എന്നെന്താ മാറ്റം വരില്ല. അതേപോലെ മുലാരിയ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഒരു ആമിലാണ് ലൻ എന്നുള്ളത്. ലൻ യഫ് അല എന്നുള്ളത് അത് അതിൽപ്പെട്ടതാണ്. അതിൻ്റെ മീനിങ് അവൻ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്നാണ്. അവനൊരിക്കലും പ്രവർത്തിക്കൂല. അപ്പോൾ ഒരു സ്ട്രോങ്ങിൻ്റെ ഉണ്ടല്ലോ, സാധാരണ ലായഫ് അലു എന്ന് പറഞ്ഞ പോലെയല്ല. ലായഫ് അലു എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കൂല എന്നാണ്. പക്ഷെ ലൈയഫ് അല എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും പ്രവർത്തിക്കൂല. ആ ഒരിക്കലും എന്നുള്ളൊരു ബലപ്പെടുത്തുന്ന അർത്ഥം കിട്ടുമല്ലോ, അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ മജ്ഹൂലുണ്ട്. അത് സെയിം തന്നെയാണ്. എങ്ങനെ? ലൻ യുഫ് അല. അത് നമ്മൾ യുഫ് അലു യുഫ് അലാനി യുഫ് അലൂന എന്ന മജ്ഹൂല് പറഞ്ഞത്. അവിടെ ലെന്നില്ലാത്തത് കൊണ്ടും ലമ്മില്ലാത്തത് കൊണ്ടാണ് യുഫ് അലു എന്ന് വായിച്ചത്. ലെന്ന് വന്നാൽ ലൻ യുഫ് അല എന്ന് വായിക്കണം. അതുപോലെ ലമ്മ് വന്നാൽ ലം യുഫ് അൽ എന്ന് വായിക്കണം. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ യുഫ് അലു സർഫാക്കി ലെന്ന് വന്നപ്പോൾ ലൻ യുഫ് അലാന്നായി. യുഫ് അലാനി എന്നുള്ളത് ലെന്ന് വന്നപ്പോൾ ലൻ യുഫ് അലാന്നായി. യുഫ് അലൂന എന്നുള്ളത് ലൻ യുഫ് അലൂന്നായി. ലൻ തുഫ് അല ലം തുഫ് അലു എന്നത് ലൻ തുഫ് അലാന്നായി. ഇത്രയുള്ള അതിൽ വ്യത്യാസം. ഓക്കെ അല്ലേ? അതെ അതെ അതെ. ലെന്ന് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതെ അതെ, ലെൻ ആമിലാണ്. 100 ആമിലിൽ പെട്ട ഒരു ആമിലാണ് ലെന്ന്. 100 ആമിലുകളെ കുറിച്ചാണ് അവാമിൽ എന്നുള്ള കിതാബിൽ പഠിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് ലെന്ന്. നിങ്ങൾ ജെറ് ഇസ്മിനിക്ക് ജെറ് ചെയ്യുന്ന 19 ആമിൽ പഠിച്ചിട്ടുണ്ടാവും. ഇസ്മിനിക്ക് ജെറ് ചെയ്യുന്ന 19 ആമിൽ ആദ്യം പഠിച്ചു. പിന്നെ ഇന്ന അന്ന എന്നുള്ളത് 6 പഠിച്ചു. പിന്നെ മാവല പഠിച്ചു. ഇങ്ങനെ ഓരോ ആമിലുകൾ ഇങ്ങനെ പഠിച്ചു പോയല്ലോ. അതേപോലെ ഒരു ആമിലാണ് മുലാരിയ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ആമില്. ഇനി മുലാരിയ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ആമിലാണ് ലം.
അത് 5 വരും. ഇൻ, ലം, ലമ്മ, അമ്രിന്റെ ലാമ്, നെഹിയന്റെ ലാം. വല, വല നെഹി, നെഹിയന്റെ ലാ. ഇതൊരു അമ്രാട്ടാ. ഇത് ജസ്മ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലെന്ന് വന്നാൽ നസ്ബ് ചെയ്യും. നൂന് ലെന്ന് വന്ന മുലാരിയാഫീനിക്ക് നസ്ബ് ചെയ്യും. മുലാരിയാഫീന്റെ മുമ്പിലേ വരുള്ളൂ. മുലാരിയാഫിയിലെ മുഹറബുള്ള ഫീലുകളുടെ കൂട്ടത്തില്, ഫീലുകളുടെ കൂട്ടത്തിൽ മുലാരിയാഫീൽ മാത്രമേ മുഹറബുള്ളൂ. അപ്പോൾ മുലാരിയാഫീലിന്റെ മാറ്റം വരും. മാലിക്ക് മാറ്റം വരില്ല. ഫഅല എന്നുള്ളത് ഒരു കാരണവശാലും ഒരു മാറ്റവും വരില്ല. ഫഅല എന്ന് തന്നെ പറയുന്നു. അതുപോലെ മുഹറബ് മുലാരിയാഫീലേ വരുള്ളൂ. മുഹറബ് ഇത് മുലാരിയാഫീലാണ്. പക്ഷെ ഇതിന്റെ മുമ്പിൽ അംറിന്റെ ലാം വന്നു, അംറിന്റെ കസറാക്കപ്പെട്ട ലാം വന്നു. അപ്പൊ അത് എന്ത് ചെയ്തു? ജസ്മി ചെയ്തു. ലിയഫ് അൽ, ലം യഫ് അൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ലിയഫ് അൽ. ഇതാ നൂന് പോയി ഇവിടെ ലിയഫ് അല. അംറിന്റെ ലാം, അംറിന്റെ ലാം കസറാക്കപ്പെട്ട അംറിന്റെ ലാം. അല്ല, ലീ വന്നുകൊണ്ട്, ഈ അംറിന്റെ ലാം വന്നുകൊണ്ട്. കസറാക്കപ്പെട്ട ലാമായിരിക്കും. ഇങ്ങനെ ലീന്നായിരിക്കും. കണ്ടില്ലേ? ലിയഫ് അൽ, ലിയഫ് അല, ലിയഫ് അലു. കൽപ്പന തന്നെയാണ്. ഇത് അംറ് വായിബാണ്. മറഞ്ഞ ഒരാളോട് കൽപ്പിക്കുക. അല്ലല്ലല്ല, ഇതിനർത്ഥം ഞാൻ പറഞ്ഞതാ. ലിയഫ് അൽ, അവൻ പ്രവർത്തിക്കട്ടെ. ലിയഫ് അല, അവർ രണ്ടുപേരും പ്രവർത്തിക്കട്ടെ. കൽപ്പനയാണല്ലോ. അംറ് ഗായിബ്, മറഞ്ഞവനോടുള്ള കൽപ്പന. ലിയഫ് അലു, അവർ കുറെ പേര്, ഈ രാജാക്കന്മാരൊക്കെ പറയില്ല, ആരവിടെ വാതിൽ തുറക്കട്ടെ. അതാണ് അവിടെ ഉത്തരം. എന്തുള്ളൂ? വാതിൽ തുറന്നു കിട്ടിയാൽ മതി. അത് ആര് തുറന്നാലും കുഴപ്പമില്ല. മറ്റേത് ഡയറക്റ്റ് ആയിട്ടുള്ള കൽപ്പനയായിരിക്കും. ഇത് ഇഫ് അൽ എന്ന് പറയുമ്പോൾ, ഇഫ് അൽ, നീ പ്രവർത്തിക്ക്. അത് ഡയറക്റ്റ് കൽപ്പന. അത് അംറ് ഹാളിർ എന്നാണ് അതിന് പറയാം. ഇഫ് അൽ, ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അല, ഇഫ് അൽ. പാസീവ് വോയിസ് അല്ല, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ പോലെ. ഇത് പാസീവ് വോയിസ്, ഇതിന് പാസീവ് വോയിസ് വരില്ല. ഏതിന് വരും? അംറ് വായിബിനിക്ക് വരും, ഇതിന് വരില്ല. ലിയഫ്, അതെ അതെ, അതാ ജസ്മി ചെയ്യുന്നോണ്ടാണ്. ഷംസുക്ക ഒന്നുകൂടി മനസ്സിലാക്കണം. അവിടെ ഞാൻ പറഞ്ഞുതരാം. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ മജ്ഹൂലാണ്. ഇതിന് മജ്ഹൂൽ വരും. ഏതിന്? ലിയഫ് അൽ എന്നുള്ളതിന്. അവൻ പ്രവർത്തിക്കട്ടെ. അപ്പൊ ലിയുഫ്തഹ്, വാതിൽ തുറക്കപ്പെടട്ടെ. അങ്ങനെ പറയാൻ പറ്റും. വാതിൽ തുറക്കപ്പെടട്ടെ. ലിയഫ്തഹ്, അവൻ തുറക്കട്ടെ. ലിയുഫ്തഹ്, അത് തുറക്കപ്പെടട്ടെ. രണ്ടും പറയാം, മീനിങ് ഉണ്ട്. ഇഫ്തഹ്, നീ തുറക്ക്. വാതിലിനോട് നമ്മളെങ്ങനെ വാതിലെ നീ തുറക്കപ്പെടും എന്ന് പറയാം? ഇല്ലല്ലോ. വാതിലെ നീ തുറക്കപ്പെടും എന്ന് പറയില്ല. അതുകൊണ്ട് അവിടെ മജ്ഹൂൽ ഉണ്ടാവില്ല. ഏതിന്? അംറ് ഹാളിറിന് ഉണ്ടാവും. ഇതിനുണ്ടാവും ലിയഫ് അൽ. ഇത് നമ്മൾ മറ്റേ മുലാരിയ ഫീൽ തന്നെയാണ്. ഇത് മുലാരിയ ഫീല് നമ്മൾ എന്ത് ചെയ്തു? തുടക്കത്തിൽ ഒരു കസ്ർ വെക്കപ്പെട്ട ലാമു കൊടുത്തു. അപ്പൊ ലി യഫ് അൽ എന്നാണ്. ഇതിന് മജ്ഹൂൽ അല്ല, അവാമിൽ പെട്ട തന്നെയാണ്. പക്ഷെ നിങ്ങൾ പഠിച്ച ലീ അല്ല. തുടക്കത്തിൽ ഇസ്മിനിക്ക് ചെറു ചെയ്യുന്ന ഒരു ലാമ് പഠിച്ചു. അതാണിത്. അൽഹംദുലില്ലാ, അത് വേറല്ല. അതെ, ഇല്ലം ലമ്മ ലാമുൽ അംരി അതിൽ പെട്ടാണ്. മുലാരിയ ഫീലിക്ക് ജസ്മ് ചെയ്യുന്ന ആമിൽ പെട്ടതാണ്. ഏത് ലാം? ഈ ലാം. മറ്റേത് നിങ്ങൾ പഠിച്ചത് അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അല്ലാഹുവിന്. ഇസ്മിനിക്ക് ചെറു ചെയ്യുന്ന, ഇസ്മിനിക്ക് ചെറു ചെയ്യുന്ന ലാം. ഇത് മുലാരിയ ഫീലിക്ക് ജസ്മ് ചെയ്യുന്ന ലാം, അംറിന്റെ ലാം എന്ന് ഇതിന് പറയാം. ഇൻ വരും, ലമ്മ
ലാമുൽ അംരി. പിന്നെ ലാ നഹിയന്റെ ലായും. അല്ലല്ല, അത് അമ്ര എന്ന് പറഞ്ഞ ഫീലാണ്. ഇസ്മിന് വരുന്ന ലാമ് അമ്രിന്റെ ലാം അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്ര ഫീലല്ലോ, അമ്ര ഫീലാണ്. ഇസ്മ അപ്പൊ വരുന്ന ലാം അതല്ല. അതിന് ജെറിന്റെ ലാം എന്ന് പറയും. ജെറ് ചെയ്യുന്ന ലാം. ഏത് ഇസ്മിൽ വരുന്ന ലാമിനക്ക് ജെറിന്റെ ലാം എന്ന് പറയും. ഇത് ജസ്മ് ചെയ്യുന്ന അമ്രിന്റെ ലാം എന്ന് പറയും. അമ്രിന്റെ ലാം. ക്ലിയർ അല്ലേ? ജസ്മ് സുക്കൂന്. ഇറാബിനെ നമ്മൾ പറയില്ല, ഇങ്ങനെ പറയാം. ഇറാബ് ജസ്മ്, റഫ്, നസ്ബ്, ജർ എന്ന് പറയാം. അതിന്റെ അടയാളങ്ങളാണ്. അല്ലല്ല, ഫത്ത് മാത്രമല്ല നസ്ബ്, ഫത്തുഹും നസ്ബാണ്. കേരളക്കാരെല്ലാം ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരെല്ലാം കേരളക്കാരല്ല. ലമ്മ് നസ്ബാവില്ല. അല്ല അല്ല, വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം. ഫത്ത്ഹ് നസ്ബിലും വരും, ഫത്ത്ഹ് ജറിലും വരും. ഒയറു മുൻസരിഫിൽ ജറിൽ വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏത്? അഫ്ളല, അക്രമ, ഏറ്റവും വലിയവൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ എന്നൊക്കെ വച്ചിട്ട് ചില പദങ്ങളുണ്ടല്ലോ. ഏറ്റവും വലിയവൻ, അക്ബർ, അള്ളാഹു അക്ബർ, അഫ്ളലുൽ ഉലമ. ആ അതെ, അതുപോലെ ശരിക്ക്. അപ്പോൾ ഫതഹത്ത് കൊണ്ട് ജറ് വരും, കസ്റത്ത് കൊണ്ടും നസ്ബും വരും. ഏത് അറിയാം? മുസ്ലിമാത്തിൻ, ഇന്നൽ മുസ്ലിമീന അവിടെ ഇന്നന്റെ ഇസ്മാണത്. ഇന്നന്റെ ഇസ്മിനിക്ക് നസ്ബ. പക്ഷെ വൽ മുസ്ലിമാത്തി എന്നുള്ളോട്ട് കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. കസ്റത്ത് കൊണ്ട് നസ്ബ്. ലമ്മത്ത് കൊണ്ട്, ലമ്മ റഫിനിക്ക് മാത്രമേ വരൂ. ലമ്മത്ത് കൊണ്ട് നസ്ബും വരില്ല, ലമ്മത്ത് കൊണ്ട് ജറും വരില്ല, ലമ്മത്ത് കൊണ്ട് നസ്ബ് എന്ന് പറഞ്ഞ ഒരു ഇറാബ്. അത് പല രൂപത്തിൽ നസ്ബ് വരും. ചിലപ്പോൾ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് വരും, ചിലപ്പോൾ കസ്റത്ത് കൊണ്ട്. നമ്മൾ പല അടയാളമായിട്ട് പറയല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലേ ഇതാ പ്രസദിക്കും. ഏഴം, നിങ്ങൾ അറിയണം. ഇത് മബിനിയാണ്. ഏഴം എന്നുള്ളത് അമ്ര ഫീലാണ്, മബിനിയാണ്, സുക്കൂന്റെ മേൽ മബിനി. അന്ന തഅ്കീദിന്റെ ഹർഫാണ്, തഅ്കീദിന്റെ ഹർഫ്. ഫത്ഹിന്റെ മേൽ മബിനിയാണ് അന്ന. ഇറാബല്ല, മബിനിയാണ്, മുറബല്ല. അൽ അമ്ര, അന്നന്റെ ഇസ്മിന് ഇറാബ് നസ്ബാണ്. അന്നന്റെ ഇസ്മിന് ഇറാബ് നസ്ബ്. ഇവിടെ ലാഹിറത്തായ ഹർക്കത്ത് ഫതഹത്ത് കൊണ്ട് നസ്ബ്. കണ്ട, ലാഹിറത്തായ ഹർക്കത്ത് ഫതഹത്ത് കൊണ്ട് നസ്ബ്. അംറാനി. കാണില്ലേ നിങ്ങള്? അവാമില് അന്നന്റെ അമല് പഠിച്ചല്ലോ. അന്ന എന്നുള്ളതിനും ഇന്ന എന്നുള്ളതിനും ഒക്കെ അമലുണ്ടല്ലോ. ഇന്നക്കൊരു അമലുണ്ട്, അന്നക്കൊരു അമലുണ്ട്. ഇന്നിന്റെ അന്നിന്റെ ഒക്കെ അമൽ ഒന്ന് തന്നെയാണ്. അന്ന എന്ത് ചെയ്യും? അന്നന്റെ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. അന്നന്റെ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. അപ്പൊ ഇവിടെ അന്ന എന്നുള്ളതിന്റെ ഇസ്മ അൽ അമ്ര എന്ന പദമാണ് ഇവിടെ അന്നന്റെ ഇസ്മ അൽ അമ്ര. അതിന് നസ്ബ് കൊടുത്തു. എങ്ങനെ നസ്ബ് കൊടുത്തത്? ലാഹിറത്തായ അറക്കത്ത് ഫത്തഹത്ത് കൊണ്ട് നസ്ബ് കൊടുത്തു. അവസാനം റാ എന്നുള്ളതിന് കണ്ടെങ്കിൽ ഒരു ഫത്തഹത്ത് ലാഹിറത്തായിട്ട്. ലാഹിറത്ത് ചിലപ്പോൾ മുഖദ്ദറത്താവും, സങ്കല്പിക്കും. എടുക്കാം.
ഇപ്പോ ഇൻഷാ അല്ലാ. ആ ആ ഒറ്റ മിനിറ്റ്. അപ്പോ നിങ്ങളെ പേര് സുബൈർ എന്നാണ്. സുബൈറുൻ, സുബൈറൻ, സുബൈരിൻ. അത് ഹർക്കത്ത് ലാഹിറത്തായിട്ട് റാവുന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ പേരാര ഇവിടെ വേറെ നല്ല അടിപൊളി പേരാരുള്ളത്? റാഫിഉ എന്നുള്ളതും ശരിക്കനെ റാഫിഉൻ, റാഫിഅൻ, റാഫിഇൻ എന്ന് പറയും. മറന്നിക്കണ ഞാൻ വേറെ പറഞ്ഞുതരാം. മറന്നിക്കണ കാണിച്ചതാണ് പറഞ്ഞു. മൂസ. മൂസ. മൂസ എന്നുള്ളതിൽ അവസാനത്തിൽ എന്താ? അലിഫ്. യാവ് മറിഞ്ഞ അലിഫ്. ആ ആ അത് ലാഹിറത്തായ ഹർക്കത്ത് ആണോ അവിടെ ഉള്ളത്? അലിഫുമേ കാണുന്നുണ്ടോ? അല്ല, അലിഫ് അല്ല, അറക്കത്ത് ഒളിഞ്ഞു കിടക്കണം. അലിഫ് അവിടെ ഉണ്ട്, ഹർക്കത്തില്ല. അപ്പോ ജാഅനി മൂസ, മൂസ എൻ്റെ അടുക്കൽ വന്നു, അത് റഫ് ആണ്. അപ്പൊ നമ്മൾ പറയും അലിഫുമ്മ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്. റഅയ്തു മൂസ, അലിഫുമ്മ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ്. മറർതു ബി മൂസ. ആ മൂസൻ ബി എന്നുള്ള ജറിന്റെ അക്ഷരാണല്ലോ. അപ്പൊ മൂസ എന്നുള്ളത് മജ്റൂറാണ്. ജർ എങ്ങനെ? അലിഫുമ മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ട് അവിടെ കാണില്ല. സങ്കല്പിക്കുക. ലാഹിറത്ത് കൊണ്ട് പ്രകടമായി കാണും, വ്യക്തമായി കാണും. ഇവിടെ ലാഹിറത്താണ് അമ്ര. റായിനിക്ക് പത്ത്. ആരാ വന്ന് നോക്കണം. ജാഅനി മൂസ, ജാഅനി എൻ്റെ അടുക്കൽ വന്നു. ആര് വന്നു? മൂസ വന്നു. അപ്പൊ മൂസ ഫായിലാണ്. ഞാൻ കണ്ടു മൂസ, മൂസനെ കണ്ടു. അപ്പോ ഞാൻ കണ്ട ആളാരാണ്? കണ്ട ഞാൻ കണ്ട വ്യക്തി, ഏത് വ്യക്തിയെയാണ് ഞാൻ കണ്ടത്? മൂസനെയാണ് കണ്ടത്. മൂസ എന്നുള്ളത് മഫൂലാണ്. മറർത്തു ബി മൂസ, മൂസന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അപ്പൊ ബി എന്നുള്ള ജറിന്റെ അക്ഷരം, മൂസ എന്നുള്ളത് മജ്റൂറാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഇത് നോക്കേ, ഇതിന്റെ ഇത് കണ്ടോ? അന്നന്റെ അമൽ എന്താന്ന് അറിയുങ്ങള്? ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്യാണ്. ഇവിടെ അന്നന്റെ പണി, അന്നൊരു ആമിലാണ്, അന്നൊരു തൊഴിലാളിയാണ്. അന്നന്റെ അന്നന്റെ ജോലി എന്താണ്? അന്നക്കൊരു ഇസ്മു ഉണ്ടാവും, അന്നക്കൊരു ഖബറും ഉണ്ടാവും. ഇസ്മിനിക്ക് നസ്ബ് കൊടുക്കും. ഇവിടെ നമ്മൾ ലാഹിറത്ത് തന്നെ നസ്ബ്. ഇവിടെ ഖബറാണ് അമ്രാനി എന്നുള്ളത്. അത് അന്നന്റെ ഖബറിനിക്ക് റഫാണ്. എങ്ങനെ റഫ്? അവിടെ ലമ്പത്തുകൊണ്ടാണ്, അലിഫ് കൊണ്ട് റഫ്. ഇവിടെ അലിഫ് ഉണ്ടെങ്കിൽ അമ്രാനി എന്നുള്ളൊരു അലിഫ് ഉണ്ടാവും, അലിഫ് കൊണ്ട് റഫ്. അതാ ഞാൻ പറഞ്ഞേ, റഫ് എന്നതൊരു ഇറാബാണ്. റഫ് എന്നുള്ളതൊരു കൂട്ടം. അത് പല അടയാളങ്ങളും ഉണ്ട് റഫിനിക്ക്. ചിലപ്പോൾ ലമ്മായിരിക്കും, ചിലപ്പോൾ അലിഫായിരിക്കും, ചിലപ്പോൾ വാവായിരിക്കും, ചിലപ്പോൾ നൂനിനെ സ്ഥിരപ്പെടുത്തലായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ചിലപ്പോൾ അങ്ങനെ പലതും. പണി ഒന്ന് തന്നെയാണ്. ഏതിനിക്ക്? റഫ് തന്നെ കൊടുക്കുക. ഇറാബ് റഫ് തന്നെയാണ്. പക്ഷെ റഫ് എന്നുള്ള ഇറാബ് പല രൂപത്തിലും വരാം. ഇപ്പൊ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരൊക്കെ പെടാം? പാകിസ്ഥാനിലെ പെടൂല. എവിടെ? കേരളത്തിലെ ആള് പെടാം, തമിഴ്നാട്ടിലെ ആള് പെടാം, ആന്ധ്രയിലെ പെടാം, കർണാടകയിലെ പെടാം, ഉത്തർപ്രദേശിലെ പെടാം. ഇവിടെയൊക്കെ ഇന്ത്യക്കാരെന്നുള്ളതിൽ പെടുമല്ലോ. അതേപോലെ ഒരു കൂട്ടമാണ് ഏത്? റഫ് എന്നുള്ളത്. ജറു ഒക്കെ വരും. ഒറിജിനൽ കൂട്ടം, ഒറിജിനൽ അതിൽ പെടുന്നത് എന്തായിരിക്കും? റഫിൽ ലമ്മത്ത് കൊണ്ടായിരിക്കും. ഒറിജിനൽ അസ്ലിയായ ഇറാബ് എന്നതിന് പറയാം, അസ്ലിയായ ഇറാബ്. അതേപോലെ ലമ്മത്ത് കൊണ്ടായിരിക്കും ഒറിജിനൽ. അത് യെസ് യെസ്, ആ ലീഡർ ലമ്മ. അതേപോലെ നസ്ബിന്റെ കൂട്ടത്തിൽ ലീഡർ ഫത്ഹാണ്, ജറിന്റെ കൂട്ടത്തിൽ ലീഡർ കസ്റയാണ്, ജസ്മിന്റെ കൂട്ടത്തിൽ ലീഡർ സുക്കൂനാണ്. ജസ്മീദ് ഇപ്പൊ ഇവിടെ നൂന് പോയില്ലേ, കണ്ടില്ലേ? യഫ് അലാനി എന്നുള്ളിടത്ത്, യഫ് അലാനി എന്നുള്ളിടത്ത് നൂന് പോയിട്ടല്ലേ അവിടെ ലിയഫ് അലാന്നായത്. ഓക്കെ.
ജസ്മുണ്ട്. ജസ്മാൻ അവിടെ ന്യൂന കളയിൽ കൊണ്ടാ ജസ്മ. ആ, ന്യൂനിനെ കളഞ്ഞതാണ് അവിടുത്തെ ജസ്മ ചെയ്യേണ്ടതിന്റെ അടയാളം. ലീം എന്നുള്ളത് അമ്രിന്റെ ലാമിലേക്ക് അമ്രിന്റെ ലാമ് ജസ്മ ചെയ്യാന്നുള്ള പണിയാണ്. പക്ഷെ മേലെ ജസ്മ ചെയ്തപ്പോ സുക്കൂന് കൊണ്ടാ ജസ്മ കിട്ടിയത്. ഇവിടെ നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മ കിട്ടിയത്. അപ്പൊ കൂട്ടായില്ലേ, രണ്ടെണ്ണായില്ലേ? ലിയഫ് അൽ അവൻ പ്രവർത്തിക്കട്ടെ, ലിയഫ് അല അവർ രണ്ടുപേരും പ്രവർത്തിക്കട്ടെ, ലിയഫ് അലു അവർ കുറേ പേർ പുരുഷന്മാർ പ്രവർത്തിക്കട്ടെ, ലി തഫ് അൽ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കട്ടെ, ലി തഫ് അല അവർ രണ്ടു സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ, ലിയഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇതല്ല, ഇത് നാളെ പറയാം കേട്ടോ. ഇത് കണ്ട നെഹിയൻ്റെ കണ്ടങ്ങൾ, നെഹിയും അതുപോലെ തന്നെ യഫ് ലാ ജസ്മു ചെയ്തു, നെഹിയൻ്റെ ലാ യഫ് അൽ അവൻ പ്രവർത്തിക്കരുത് ജസ്മു ചെയ്തു സുക്കൂനുണ്ട്. ലാ യഫ് അല അവിടെയും ജസ്മു ചെയ്തു, ന്യൂന കളയിൽ കൊണ്ട് ജസ്മു ചെയ്തു. അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കരുത്. ആ അതെ, അതാണ് ഇറാബിന്റെ വ്യത്യാസം. ഇറാബ് എന്നുള്ളത് അവസാനം നടക്കുള്ളൂ, നടുവിലില്ല. നടുവിലൊന്നും, അവസാനത്തിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അവസാനത്തിൽ വ്യത്യാസം വരുന്നത് ഇറാബാവുള്ളൂ, നടുവിൽ വ്യത്യാസം വരുന്നത് ഇറാബാവില്ല. നടുവിൽ ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരാം. ഇപ്പോ ഉദാഹരണം പറയാം, ഫൽസ് എന്ന് പറയും, ഫൽസ് പൈസക്ക്, ഫുലൂസ് എന്ന് പറയും, അതിൻ്റെ ജമ്മ വ്യത്യാസം വന്നു നോക്കുന്നത്. ഫ എന്നുള്ളത് ഫൂന്നായി. കിതാബ്, കിതാബിൻ്റെ ബഹുവചനം കുത്തുബ് എന്നാണ് വരിക. കീ എന്നുള്ള ആ കാഫിനിക്ക് എന്ത് കൊടുത്തു? ലമ്മ കൊടുത്തു. പിന്നെ താബ് എന്നുള്ളത് താലിഫന്നെ പോയി, തായിനിക്ക് പത്ത് കയറുന്നു ലമ്മ കൊടുത്തു. അല്ല അതല്ല, ജമ്മു വന്നപ്പോൾ അങ്ങനെ ആയതാണ്. ഒരു പദത്തിന് ബഹുവചനം വന്നപ്പോൾ അങ്ങനെ ആയതാണ്. കിതാബിന്റെ ബഹുവചനം കുത്തുബുൻ എന്നാണ്, കിതാബുകൾ. കിതാബിന്റെ ബഹുവചനം കുത്തുബുൻ എന്നാണ്. അപ്പൊ അവിടെ കിതാബ് എന്ന ഏകവചനത്തിന്റെ തുടക്കത്തിലും നടുക്കത്തിലൊക്കെ വ്യത്യാസം വന്നു ബഹുവചനം വന്നപ്പോൾ. പക്ഷെ അവസാനത്തിൽ ഇറാബിൽ വ്യത്യാസം വരില്ല, അവസാനത്തിൽ വ്യത്യാസമില്ല. ഇല്ലല്ല, അർത്ഥം എന്തിനു മാറും? ഏകവചനം ബഹുവചനം എന്നുള്ള അർത്ഥം മാറും, മാറ്റം വരില്ല എന്ന്. എൻ്റെ അടുത്ത് ഒരു കിതാബ് ഉണ്ട് എന്നുള്ളതിന് ഇന്ദി കിതാബുൻ, എൻ്റെ അടുക്കൽ ഒരു കിതാബുണ്ട്, ഇന്ദി കിതാബുൻ. എൻ്റെ അടുക്കൽ കുറെ കിതാബുണ്ട്, ഇന്ദി കുത്തുബുൻ. അവസാനത്തിന് വ്യത്യാസം വന്നോ? അപ്പൊ രണ്ടും ഇറാബാണ്. അവസാനത്തിൽ ഇത് മുബ്തദാണ്, മുബ്തദയിലേക്ക് ഇറാബ് റഫ, റഫു. അല്ല, ഇവിടെ മാറ്റം വരാൻ എന്താണ്? മുബ്ത ആയതുകൊണ്ട് റഫ് തന്നെ വരണമെന്ന്. ഞാൻ പറയാം, റഅയ്തു കുത്തുബൻ, ഞാൻ കുറെ കിതാബിനെ കണ്ടു. റഅയ്തു കിതാബൻ, ഞാൻ ഒരു കിതാബിനെ കണ്ടു. അങ്ങനെയൊക്കെ മാറ്റം വരുന്നുണ്ടല്ലോ. കിതാബൻ എന്നുള്ളതും കിതാബുൻ എന്നുള്ളതും കിതാബിൻ എന്നുള്ളതുമായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ അല്ല കണക്ക്, നടുവില് മാറുന്നുണ്ട് എന്ന്. നടുവില് മാറ്റം നമ്മൾ പരിഗണിക്കൂല ഇറാബില് എന്ന്. അവസാനത്തെ മാറ്റങ്ങളാണ് ഇറാബിനെ പരിഗണിക്കുക. അതിന് ഉദാഹരണം പറഞ്ഞാണ്, അവസാനത്തിന്റെ മാറ്റാണ് നമ്മൾ ഇറാബിൽ പരിഗണിക്കുക. ഇവിടെ ആമിൽ ആദ്യത്തിൽ വരും. ഏത് പദത്തിനാണോ ഇറാബ് ചെയ്യുന്നത്, അമല് ചെയ്യുന്നത്, അതിന്റെ മുമ്പ് വരും. അവിടെ തന്നെ കാണുന്ന ആമിലുണ്ട്, കാണാത്ത ആമിലുണ്ട്. നമ്മൾ ഇതിൽ പറയും കേട്ടോ, അവാമിൽ ഒന്നുകൂടി പറയാം. കാണുന്ന ആമിലുണ്ട്, കാണാത്ത ആമിലുണ്ട്. ഇവിടെയൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഇതിൽ നിങ്ങൾ കാണുന്നില്ലേ? ലാ എന്നുള്ളതിനെ കാണുന്നില്ലേ? ഇവിടെ ലാ എന്ന് കാണുന്നില്ലേ? ഇവിടെ നോക്കി നിങ്ങള്, ഇതിലും കാണുന്നുണ്ടാവും നിങ്ങള്. എഫ് അലു എന്നുള്ളതിൽ എന്താ കാണുന്നത് നിങ്ങള്? എഫ് അലു എന്നുള്ളതിൽ ആമിൽ കാണുന്നുണ്ടാവും.
അല്ലല്ല, ഞാൻ വെറും കുറച്ച് ബാക്കിലാണ്, അത് കൊടുത്തില്ലാന്ന്. എഫ് അലു എന്നുള്ളതിൽ കാണുന്നുണ്ടോ? കാണാത്ത ആമിലാണ് അവിടെ. അതിന് നമ്മൾ വേറൊരു പേര് കൊടുക്കും, കാലി എന്ന് കൊടുക്കുക. കാലി, അതായത് നെസ്ബ് ചെയ്യണതുമില്ല, ജസ്മ് ചെയ്യണതുമില്ല, രണ്ടും ഇല്ലാതിരിക്കുക എന്നുള്ളൊരു ഉണ്ടാവുക. കാണാത്ത ആമിലാണ്. അവിടുത്തെ ആമില് എല്ലാ ആമിലുകളെയും നമ്മൾ കണ്ടോളണമെന്നില്ല. റഫ് കൊടുക്കുക എന്നുള്ളത് എഫ് അലു എന്നുള്ളതിന് റഫാണല്ലോ. എഫ് അലു എന്നുള്ളതിന് റഫാണല്ലോ. നമ്മളിപ്പോ ഇവിടെ കാണുന്ന പോലെ ഒരു അക്ഷരത്തെ കാണുന്നുണ്ട് അവിടെ. ബിസ്മില്ലാഹി എന്നുള്ളടത്ത് ബീനെ കാണുന്നുണ്ട് അല്ലേ? ബി എന്നുള്ളതിനെ കാണുന്നുണ്ട്. ലാ എഫ് അൽ എന്നുള്ളടത്ത് ലാ എന്നുള്ളതിനെ കാണുന്നുണ്ട്. ലി എഫ് അൽ എന്നുള്ളടത്ത് ലീ എന്നുള്ളതിനെ കാണുന്നുണ്ട്. ലം എഫ് അൽ എന്നുള്ളടത്ത് ലം കാണുന്നുണ്ട്. എഫ് അലു എന്നുള്ളടത്ത് റഫ് കിട്ടാനുള്ള ആമിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ കാണുന്ന ആമിലും ഉണ്ട്, കാണാത്ത ആമിലും ഉണ്ട്. കാണാത്ത ആമിൽ രണ്ടെണ്ണം ഉള്ളൂ, അത് ഒന്നാപ്പേ പറഞ്ഞു. ബാക്കിയൊക്കെ കാണും. 98 ആമിൽ റാഫിയുൽ മുലാരി എന്നാണ് അതിന്റെ പേര്. പക്ഷെ നമ്മൾ കാണൂല. മുലാരി ആഫിയിലേക്ക് റഫ് ചെയ്യുന്നത് കാണൂല. പിന്നെ ഒരു ആമിലും കൂടി ഉണ്ട്, എന്താ പറയാ, ഇബ്തിദാ എന്നുള്ളൊരു ആമിലുണ്ട്. ഇപ്പോ സെയ്ദുൻ, ഹാദാ സെയ്ദുൻ, ഹാദാ എന്നുള്ളത് മുക്താണ്, മുക്താക്ക് ഖിറാബ് റഫാണ്. റഫീദ് ആമില് കാണാത്തൊരാമിലാണ്. ഇബ്തിദാ എന്ന മഅനവിയായ ആമിലാണ്. മഅനവി എന്ന് പറഞ്ഞാൽ ലഫ്ദിൽ പദം ഉണ്ടാവില്ല. ലഫ്ദിൽ നമ്മൾ പറയാൻ, ഇപ്പൊ ലാ എന്ന് പറഞ്ഞ പോലെ ലഫ്ദിൽ കാണൂല. നമ്മൾ ഇൻഷാ അല്ലാഹ് ആവാമിൽ പറയാം, ബേജാറാവണ്ട. അപ്പം ഇവിടെ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയം വൈകി, നാളെ ബസ്സിൽ പോകേണ്ട ആളുകളാണ്. ലാ യഫ് അൽ, ലാ യഫ് അലാ, ലാ യഫ് അലു, ലാ തഫ് അൽ, ലാ തഫ് അലാ, ലാ യഫ് അൽന. ഉണ്ടോ? ഇവിടെയൊക്കെ ജസ്മി ചെയ്തു. ലാ യഫ് അൽ, അവൻ പ്രവർത്തിക്കരുത്. ലാ യഫ് അല, അവർ രണ്ടുപേരും പ്രവർത്തിക്കരുത്. ഇനി ഇതാണ് നഹി ഹാദിർ. ലാ തഫ് അൽ, നീ പ്രവർത്തിക്കരുത്. ആണോ? ഇതാണ് ഡയറക്റ്റ് കൽപ്പന. നമ്മൾ മുമ്പിലുള്ള ആളോട് കൽപ്പിക്കുക, അത് മറഞ്ഞ ആളോട് കൽപ്പിക്കുക. ലാ തഫ് അൽ, ലാ തഫ് അല, ലാ തഫ് അലു, ലാ തഫ് അലി, ലാ തഫ് അല, ലാ തഫ് അൽന. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എവിടെ ശംസുക്ക? ശംസുക്ക പോയാ? ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. മുലാരിയാഫിയിൽ തന്നെയാണ് ഇത് മുലാരിയാഫിയിൽ തന്നെയാണ്. നെഹിയാണെങ്കിലും അമ്രാണെങ്കിലും ഒക്കെ മുലാരിയാഫിയിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ മുമ്പ് ജസ്മ് ചെയ്യുന്ന ഒരു ആമിൽ വന്നു, അപ്പൊ ജസ്മ് ചെയ്തു. അത് വന്നില്ലെങ്കിലോ അപ്പൊ റഫ ചെയ്യുക. മീനിങ് അപ്പോൾ എന്തായാലും മാറ്റം വരും. നെഹീൻ്റെ ലാ വന്നാൽ നെഹീൻ്റെ അർത്ഥം കൊടുക്കണം. അമ്രിന്റെ ലാമ് വന്നാൽ അമ്രിന്റെ അർത്ഥം കൊടുക്കണം. ലെന്ന് വന്നാൽ ലെന്നിന്റെ അർത്ഥം കൊടുക്കണം. ലമ്മ് വന്നാൽ ലമ്മിന്റെ അർത്ഥം കൊടുക്കണം. അതിന്റെ അമലനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യും. ഇനി ഒന്നും വന്നില്ലേ, അപ്പോൾ മുദാരിഅഫീൽ റഫ് ആയിരിക്കും. യഫ് അലു, അവൻ പ്രവർത്തിക്കും. യുഫ് അലു, അവൻ പ്രവർത്തിക്കപ്പെടും. ലാ യഫ് അലു, അവൻ പ്രവർത്തിക്കൂല. ലാ യുഫ് അലു, അവൻ പ്രവർത്തിക്കപ്പെടൂല. ഇന്നലത്തെ ക്ലാസ്സോ?